യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി സാമ്പത്തിക വിദഗ്ധനായ റിച്ചാർഡ് വോഫ് രംഗത്ത്. നിങ്ങൾ അപകടം പിടിച്ച വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഇന്ത്യ മറ്റു രാജ്യങ്ങളെ പോലെയല്ല. ഇടപെടുമ്പോൾ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ വിചാരിക്കുന്നതിലും അപ്പുറമുള്ള തിരിച്ചടി നേരിടേണ്ടി വരും. മധ്യ ഏഷ്യയിലെ ലെബനോൺ പോലുള്ള ചെറിയ രാജ്യങ്ങളോട് ഇടപെടുന്നത് പോലെയല്ല ഇന്ത്യയോട് പെരുമാറേണ്ടത്. ജനസംഖ്യയുടെ കാര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഇന്ത്യ. റഷ്യയുമായി ദീർഘകാല ബന്ധമുള്ള ഇന്ത്യക്കെതിരെ ടാരിഫ് ഭീഷണിയുമായി മുന്നോട്ട് പോകാനാണ് ട്രംപിന്റെ തീരുമാനമെങ്കിൽ നിങ്ങൾ വ്യത്യസ്തമായ ഒരു എതിരാളിയെയാണ് നേരിടേണ്ടി വരിക. അത് ആലോചിക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും വലിയ നാശനഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് ഉറപ്പുള്ള കാര്യമാണ്. റഷ്യൻ മാധ്യമ പ്രവർത്തകരുമായി ഒരു സംഭാഷണത്തിൽ നടത്തവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. യുഎസിന്റെ ഏറ്റവും വലിയ ശത്രു ചൈനയാണ്. അതോടൊപ്പം പോലെ അവരോട് പോലും ട്രംപ് മൃദു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഇന്ത്യയെ തകർക്കുക അല്ലെങ്കിൽ വ്യക്തമായ ഒരു ലക്ഷ്യം, ഒരു അജണ്ട ഇതിന്റെ പിന്നിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പലരും വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. മറ്റ് ചെറിയ രാജ്യങ്ങളോട് കാണിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയോട് പെരുമാറിയാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യയോടുള്ള സമീപനം യുഎസിന് തിരിച്ചടി ഉണ്ടാക്കുക തന്നെ ചെയ്യും. ന്യൂയോർക്കിലെ ന്യൂ സ്കൂൾ യൂണിവേഴ്സിറ്റി പ്രൊഫസറും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും കൂടിയാണ് റിച്ചാർഡ് വോഫ്. ഇന്ത്യക്കെതിരെ സമ്മർദ്ദം തുടർന്നാൽ അവർ ബ്രിക്സ് ഉൾപ്പെടെയുള്ള സമാന്തര സംഘടനകളോട് കൂടുതൽ അടുക്കുന്നതിന് കാരണമാകുമെന്നും ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. പാശ്ചാത്യ ഉപരോധം വന്നപ്പോൾ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന റഷ്യ പുതിയ രാജ്യങ്ങളെ കണ്ടെത്തിയതുപോലെ തന്നെ ഇന്ത്യയും ശ്രമിക്കും. യുഎസിന് പകരം ബ്രിക്സ് രാജ്യങ്ങളുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുകയും അത് ബ്രിക്സ് കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുവാനും വളർത്തുന്നതിലേക്കും നയിക്കും. ട്രംപിന്റെ നയങ്ങൾ ബ്രിക്സിനെ കൂടുതൽ ശക്തിപ്പെടുത്തുവാനും വളർത്തുകയും ചെയ്യും. മാത്രമല്ല അവരെ ഒന്നിപ്പിക്കുവാനും ഇതൊരു വലിയ വഴിയൊരുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അങ്ങനെ പാശ്ചാത്യ സഖ്യങ്ങളെക്കാൾ വിജയകരമായ ഒരു സംവിധാനവുമായി ബ്രിക്സ് മുന്നേറ്റമെന്നും ഉണ്ടാവുകയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. വ്യാപാര കരാറിൽ ഏർപ്പെടുന്നതിനായി തന്നെ നിർബന്ധിക്കാനാണ് യുഎസ് ഇന്ത്യക്കെതിരെ ആദ്യം 25% നികുതി ചുമത്തിയത്. ഇതിന് പുറമെ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങി യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് വീണ്ടും 25% നികുതി കൂടി ചുമത്തി. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ നയങ്ങൾ ഒടുക്കം യുഎസിന് തന്നെ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പുമായി ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.